ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമുക്കിന്ന് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. തുണി നമ്മൾ എംബ്രോയ്ഡറി റിങ്ങിൽ 2 കോട്ടിംഗ് ആയിട്ടാണ് വെക്കുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ വെച്ച് കൊടുക്കണം. അതിനുശേഷം തുണിയുടെ ബാക്ക് സൈഡിൽ നിന്ന് ഇതുപോലെ കുത്തി എടുക്കുക. ശേഷം നമ്മൾ ഇങ്ങനെ ഒരു ഹോള് പോലെ കയ്യിൽ നൂല് പിടിക്കുക. പിന്നെ ഫ്രെയിം തിരിച്ച് വയ്ക്കുക. അതിനുശേഷം മുൻപിലേക്ക് ഫ്രെയിമിൻ്റെ നല്ല വശത്തേക്ക് ബാക്ക് വശത്തുള്ള നൂല് ഒരു റിങ് പോലെ ഇവിടെ പിടിക്കുക. ബാക്കിൽ നിന്ന് മുമ്പിലേക്ക് നീഡിൽ കുത്തിയെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലൂടെ നൂല് കടത്തുക. ഇവിടെ നമ്മളൊരു ചെറിയൊരു കെട്ട് പോലെ ഇവിടെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ 1/2 ഇഞ്ച് മാറി കുത്തി നീഡിൽ മുകളിലേക്ക് എടുക്കുക. ഈ നൂല് നീഡിലിൻ്റെ ബാക്കിൽ കൂടി ഇടുക. അതിനുശേഷം ഇത് വലിച്ചെടുക്കുക. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഉപയോഗിക്കുന്നത് കട്ടിയുള്ള പുതപ്പിൻ്റെ എല്ലാം അരിക് തുന്നാനാണ്. അത് നമ്മുടെ മെഷീനുകളിൽ അടിക്കാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ടാണ് ഇതുപോലെ പുതപ്പിൻ്റെ എല്ലാം നൂലുകൾ വിട്ടുപോകും. അപ്പോൾ ഇവിടെ മെഷീനിൽ നമുക്ക് അടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഇതുപോലെ നീഡിൽ കുത്തിയെടുക്കുക. ഈ നൂല് പുറകിൽ കൂടി ഇടുക. നൂല് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് കുത്തി ഈ നൂല് നീഡിലിൻ്റെ പുറകിൽ കൂടി ചുറ്റി എടുക്കുക. അതിനുശേഷം നൂല് വലിക്കുക. അത്രയേ ഉള്ളൂ. ഇത് വളരെ നമ്മൾ ഒരിക്കലും എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ടൈറ്റായിട്ട് നൂല് വലിക്കരുത്. അപ്പോൾ അതിൻ്റെ ഭംഗിയെല്ലാം പോകും, ചുരുങ്ങിപ്പോവും. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ബൈ ചാൻസ് നമ്മുടെ അടുത്ത് ഓവർലോക്കിൻ്റെ മെഷീനുകളില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചുരിദാറും ബ്ലൗസെല്ലാം തയ്ക്കുമ്പോൾ അതിൻ്റെ നൂല് വിട്ടുപോകുന്ന എഡ്ജ് വശങ്ങൾ, ഈ തുമ്പ് വശങ്ങൾ നൂലിങ്ങനെ വിട്ടുപോകുന്ന സാഹചര്യം വരുമ്പോൾ നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ സാധാരണ നൂലിലും ഇങ്ങനെ ബ്ലൗസിനും ചുരിദാറിനും ഒക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് കുത്തുക. നൂല് പുറകിൽ കൂടി കടത്തുക. ഇതാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. ഇതിൻ്റെ ബാക്ക് വശം ഇങ്ങനെ ആയിരിക്കുക.
അതിന് ശേഷം പുറകിൽ കെട്ടിടേണ്ടത് നൂലിങ്ങനെ എടുത്തിട്ട് ഇവിടെ കെട്ടിട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക. ഇത് ഫ്രണ്ട് സൈഡ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, താങ്ക് യു.